നിങ്ങൾക്ക് ഈ ഡിറ്റക്റ്റീവ് കഥകളൊക്കെ ഇഷ്ടമാണോ? ആരാണ് കുറ്റവാളി, എന്തിനാണ് കൊന്നത് എന്നിങ്ങനെയുള്ള മൈൻഡ് ഗെയിമുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഡിറ്റക്റ്റീവ് ആയാൽ കൊള്ളാം എന്നൊക്കെ തോന്നാറില്ലേ? ഈ കഥ നടക്കുന്നത് പശ്ചാത്തലം നമ്മളുടെ വിന്റേജ് കൊൽക്കത്തയാണെങ്കിലോ കുറച്ചുകൂടെ ത്രില്ലിംഗ് ആയിരിക്കും. അത്തരം ഒരു ത്രില്ലറാണ് 2015 പുറത്തിറങ്ങിയിട്ടുള്ള നമ്മളുടെ ഒരു ഡിറ്റക്റ്റീവ് മൂവി. പശ്ചാത്തലം എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന 1943 കൊൽക്കത്തയാണ്. നഗരമൊട്ടാകെ യുദ്ധത്തിന്റെ ഭീകരതയും അതേപോലെ തന്നെ രാഷ്ട്രീയ ഗൂഢാലോചനകളും രാഷ്ട്രീയ അഴിമതിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്നു. ഈ ഒരു അവസരത്തിലാണ് നമ്മുടെ നായകനായിട്ടുള്ള സുശാന്ത് സിംഗ് രജ്പുത് അവതരിപ്പിക്കുന്ന വ്യോംകേഷ് ബക്ഷി രംഗപ്രവേശനം ചെയ്യുന്നത്. വെറും ഒരു ഡിറ്റക്റ്റീവ് മാത്രമല്ല, അയാൾ സത്യം അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ ഇരിക്കെയാണ് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി തന്റെ കാണാതായ പിതാവിനെ അന്വേഷിച്ച് കണ്ടെത്തുവാനായിട്ട് നമ്മുടെ വ്യോംകേഷിന്റെ സഹായം തേടുകയാണ്. അപ്പം തുടക്കത്തിൽ ഒരു സാധാരണ മിസ്സിംഗ് കേസ് പോലെയൊക്കെ തോന്നിയിരുന്നെങ്കിലും പിന്നീടാണ് ഇതിന്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചനകളും അന്താരാഷ്ട്ര പ്രശ്നങ്ങളെയൊക്കെ പറ്റിയിട്ട് മനസ്സിലാവുന്നത്. ഓരോ സൂചനകൾ പിന്തുടരുമ്പോഴും നമ്മുടെ വ്യോംകേഷിന്റെ ജീവനും അത് ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. ഡയറക്ടർ ദിബാകർ ബാനർജി എസ്റ്റാജ് ഫിലിംസിന്റെ ബാനറിൽ ഒരുക്കിയിട്ടുള്ള ഈ ഒരു ചിത്രം വലിയൊരു കലാസൃഷ്ടി തന്നെയായിരുന്നു. കാരണം 1943 കൊൽക്കത്തയെ റിക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഏകദേശം 30ഓളം സെറ്റുകളാണ് ഉയർത്തിയിരുന്നത്. പഴയ കാലത്തെ ബ്രിട്ടീഷ് കെട്ടിടങ്ങളും അതേപോലെ തന്നെ യുദ്ധസമയത്തെ ലൈറ്റിങ്സും എല്ലാം വളരെ യാഥാർത്ഥ്യത്തോടെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. സുശാന്ത് സിംഗിന്റെ പ്രകടനം അതിഗംഭീരമായിരുന്നു. കാരണം ഓരോ കാര്യങ്ങളും ആ ഒരു ഷെർലക് ഹോംസിനെയൊക്കെ പോലെ വളരെ ബുദ്ധിമാനും എന്നാൽ വളരെ സംശയാലുമായ ഒരു വ്യക്തിയാണ് ഇതിലെ വ്യോംകേഷ്. അത് അത്രയും വളരെ നീറ്റായിട്ട് തന്നെയാണ് സുശാന്ത് സിംഗ് ആ കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ ഏകദേശം പഴയ കൊൽക്കത്തയിലെ ആ ഒരു ഭാഷാ ശൈലിയൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് 1 മാസത്തോളം അദ്ദേഹം കൊൽക്കത്തയിൽ താമസിച്ച് അതെല്ലാം സായത്തമാക്കിയാണ് ചെയ്തിരുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു എസ്റ്റാജ് ഫിലിംസിന് വ്യോംകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന പേരിൽ ഇതിനെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സുശാന്ത് സിംഗിന്റെ ആ ഒരു അകാല മരണത്തോടുകൂടി ആ ഒരു പ്ലാനിങ് അങ്ങ് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മളെ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്ന സുശാന്ത് സിംഗിന്റെ അഭിനയവും പഴയ കൊൽക്കത്തയുടെ ഭംഗിയൊക്കെ നിറച്ചിട്ടുള്ള ഒരു ത്രില്ലർ മൂവി തന്നെയാണിത്. സിനിമയുടെ പേര് ഡിറ്റക്റ്റീവ് വ്യോംകേഷ് ബക്ഷി. ആമസോൺ പ്രൈം പോലുള്ള OTT പ്ലാറ്റ്ഫോമുകളുടെ സിനിമയുണ്ട്. കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെയുള്ള മൂവീസിനെ പറ്റിയിട്ട് അറിയാനായിട്ടും കാണാനായിട്ടൊക്കെ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും.